ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജവാഹിറുൽ അസ്മാ തിരുനാമ രത്നങ്ങൾ, നിബിധങ്ങളുടെ ശ്രേഷ്ഠമായ രത്നങ്ങളെക്കാൾ മൂല്യമുള്ള, സ്വർണത്തെക്കാൾ മൂല്യമുള്ള, വെള്ളിയേക്കാൾ മൂല്യമുള്ള നാമങ്ങളാണ്. വില കൽപ്പിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങൾ, ആ കൂട്ടത്തിലുള്ള ഒരു നാമമാണ് ബുശ്റാ എന്നുള്ളത്. ബുശ്റാ, സന്തോഷം. സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷമാണ്, വലിയ എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുന്നവരാണ്. ഒരാളെപ്പോലും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരാളെപ്പോലും പ്രയാസപ്പെടുത്തുന്നത് അവിടത്തേക്ക് താല്പര്യമല്ല. ഒരാളെയും വിഷമിപ്പിക്കാതെ എല്ലാവർക്കും സന്തോഷം മാത്രം പകർന്നു നൽകി ജീവിച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുശ്റാലന, നമുക്കെന്തൊരു വലിയ സന്തോഷം. ഖസീദത്തുൽ ബുർദയിൽ നമ്മളത് പറയാറുണ്ട്. ബുശ്റാലന, ബുശ്റാലന, വലിയ സന്തോഷം. ബുശ്റാ, വലിയ സന്തോഷം നൽകുകയും ആർക്കും മുത്തുനബിയെ കണ്ടാൽ സന്തോഷമാണ്. പല നിലക്കും നമുക്കത് വ്യാഖ്യാനിക്കാം. നിബിധങ്ങളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം. നിബിധങ്ങൾ എല്ലാവർക്കും സന്തോഷം മാത്രം ആഗ്രഹിക്കുകയും സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഉമ്മത്തിനെ സന്തോഷിപ്പിക്കാനല്ലാതെ മുത്തുനബി വിഷമിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. യസ്സിറു വലാ തുഅസ്സിറു, ഓ ജനങ്ങളെ, നിങ്ങൾ എളുപ്പം ചെയ്യണം, എല്ലാവർക്കും സന്തോഷം മാത്രമേ നൽകാവൂ. വലാ തുഅസ്സിറു, ഒരാൾക്കും നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതേ. തങ്ങളുടെ ആ കൽപ്പന നോക്കണം നമ്മൾ. വലാ തുനഫിറു, നിങ്ങൾ ഒരാളെയും വെറുപ്പിക്കാൻ പാടില്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും സന്തോഷം മാത്രം നൽകാനാണ് പ്രവർത്തിച്ചത്. അതിനു വേണ്ടിയാണ് ശബ്ദിച്ചത്. അത് മാത്രമാണ് പ്രബോധനം ചെയ്തത്. ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ മുത്തുനബി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുത്തുനബി ബുശ്റാ, ഏറ്റവും വലിയ സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം നൽകുകയും സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങളെ കണ്ടാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. സ്വഹാബത്തിന് മുത്തുനബിയെ കണ്ടിട്ടില്ലെങ്കിൽ സൗബാന്തങ്ങളെ പരാതി പറഞ്ഞില്ല, നബിയെ അങ്ങയെ കാണാതിരിക്കുമ്പോൾ വലിയ വേദനയാണ്, വലിയ വിഷമമാണ്. ഇനി ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ആഖിറത്തിലുള്ള ജീവിതമാണ്. അവിടെ എനിക്ക് അങ്ങയെ കാണാൻ കഴിയോ ഇല്ലേ എന്ന ആശങ്കയാണ് എനിക്ക്. അപ്പോഴാണ് ഖുർആൻ അവതരിച്ചത്. നബി അവരോട് പറഞ്ഞു കൊടുക്കൂ, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ ആ മുത്തുനബിയോടുകൂടെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ആശങ്കപ്പെടേണ്ടതില്ല. നമുക്കും അതാണ് ആശ, നമുക്കും അതാണ് പ്രതീക്ഷ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജവാഹിറുൽ അസ്മായിൽ പങ്കെടുക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടി നോട്ടുകൾ തയ്യാർ ചെയ്ത് വാട്സപ്പിലൂടെ മറ്റ് കൂട്ടായ്മകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും സംഘടിക്കുന്നതും എല്ലാം നബിതങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരു ഇടം കെട്ടാനാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബിതങ്ങൾ ബുശ്റാ, വലിയ സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷം മാത്രം നൽകുന്ന പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെയും വെറുപ്പിക്കാത്ത മുത്തു റസൂലുള്ളാഹി. നമുക്കും ആ സ്വഭാവം ഉണ്ടാവണം. നമ്മൾ കാരണമായിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും സന്തോഷം മാത്രമേ ഉണ്ടാവാവൂ. ഒരു സങ്കടവും ഒരു വിഷമവും അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.